Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. How are you, ma'am? Fine. Food കഴിച്ചോ? No. അല്ലേ? ഹിന്ദിയുടെ ക്ലാസ് കൂടി കഴിയട്ടെ അല്ലേ? Yes. എന്താണ്? മിസ് Yes. കഴിച്ചില്ല. ഇല്ല, നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് കഴിക്കുക. ഓക്കെ അല്ലേ എല്ലാവരും? Take your Hindi textbook. Miss, present type ചെയ്തേ. പ്രസന്റ് ഒരു പ്രാവശ്യം മാത്രം ടൈപ്പ് ചെയ്തോളൂ. ഒരു പ്രാവശ്യം മാത്രം മതി കേട്ടോ. 5-6 പ്രാവശ്യം ടൈപ്പ് ചെയ്താലും ഒരു പ്രസന്റ് മാത്രമേ കിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? 10ാമത്തെ ലെസൺ. Yes. 10th lesson. ചന്ദ്ര കോ ഗുഡ് ആയേ. ആ പാഠം കംപ്ലീറ്റ് ആയോ? ആ ലെസൺ കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയി. അവസാനം പറഞ്ഞില്ലേ അല്ലേ? അമ്പിളി മാമനെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാല് എന്റെ വീടെല്ലാം ലൈറ്റ് ആവും എന്നൊക്കെ പറഞ്ഞില്ലേ? സ്വപ്നം കണ്ടില്ലേ അല്ലേ? യെസ്. അപ്പോ പേജ് നമ്പർ 55 എടുത്തേ. പേജ് നമ്പർ 55. ശബ്ദാർത്ഥ്, വേർഡ് മീനിങ് കണ്ടോ നിങ്ങൾ എല്ലാവരും? ശബ്ദാർത്ഥ്, വേർഡ് മീനിങ് എല്ലാവരും എടുത്തു വെച്ചേ. ഇന്നത്തെ വർക്കാണത്, നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. ആരാ ഒന്ന് വായിച്ചു കൊടുക്കുന്നത് വേർഡ് മീനിങ്? ഒന്ന് ഉറക്കെ വായിച്ചു കൊടുക്കും. ശബ്ദാർത്ഥ് meaning അജബ് ഗജബ് away in spring circular cool ho gayi lost gone aksar of one nirali map news measure നിരാലി ഡിഫറൻറ്റ്. ladder ऊंचाई height झटपट stand instant पूरी distance kasha hopeful lagto it seems. ഓക്കെ. നെക്സ്റ്റ് മതി വേർഡ് മീനിങ് മാത്രം. നെക്സ്റ്റ് എഡ്വിൻ ഒന്ന് വായിച്ചു കൊടുത്തേ ഉറക്കെ. വേർഡ് മീനിങ് ഒന്ന് ഉറക്കെ വായിച്ചു കൊടുത്തേ എല്ലാവർക്കും. നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കേണ്ടതാണേ. ഫസ്റ്റ് തൊട്ടാ. അചാനക് സഡൻലി കാഷ്നെ കാംഷ്നെ ഏതാണ് വായിക്കുന്നത്? ഏതാണ് മിസ് വായിക്കേണ്ടത്? ഫസ്റ്റ് വേർഡ് വായിക്കും. ഫസ്റ്റ് വേർഡ് വായിച്ചു. വായിച്ചോ? ഫസ്റ്റ് വേർഡ് വായിച്ചു. നെക്സ്റ്റ് വായിക്ക്. കാഷ്നെ പേജ് നമ്പർ 55 രണ്ടാമത്തെ വേർഡ്. മിസ് ഏറ്റവും വായിക്കുന്നത് ഭഗവദ്ഗീതയുടെയാ. പേജ് നമ്പർ 55 വേർഡ് മീനിങ് ആണ് വായിക്കാൻ പറഞ്ഞത് മോനെ. മിസ് ക്യാമറ ചെയ്യുന്നോട്ടെ. ജൂലിയറ്റ് അജബ് ക്യാമറയ്ക്ക് പ്രോബ്ലം ഉണ്ട്, ക്യാമറ ഓഫ് ആക്കി ഇരുന്നോട്ടെ. ഓക്കെ. ഗജബ് in spring गुल हो गई lost
Aksar. Aksar. Different. Often. Nirani. Nirali. Different. Nab. Measure. City. Ladder. Chai. എല്ലാരും റിലീവിനെ ഒന്ന് നോക്കി, എല്ലാരും റിലീവിനെ ഒന്ന് വേഗം നോക്കി, പിന്നെ കാണാൻ പറ്റില്ല. Chai. Instant. Hate. Jetpack. Instant. Duri. Page number എത്രയാ? Page number 55. Word meaning. Hopeful. Lengthy. It seems. ഓക്കെ, ആ വേർഡ് മീനിങ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. അതിന്റെ കൂടെ സമാനാർത്ഥി ശബ്ദം മിസ് വായിച്ചുതരാം. ബുദ്ധി, ബുദ്ധി മീൻസ് ബുദ്ധി തന്നെ. അഖിൽ മതി. രാത്രി, രാത്രി നിശ. ബന്ദർനല്ലി മങ്കിലെ വാനർ കബി. ചാന്ദ് മൂൺ, ചന്ദ്രമ ശശി. ദിൻ ഡേ, ദിൻ ദിവസ് ദിവാ. ഉജാല, ഉജാല മീൻസ് ലൈറ്റ്. रोशनी प्रकाश ആ സമാനാർത്ഥി ശബ്ദം കൂടി നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക ഡിറ്റേഷൻ വേർഡ് ഏതൊക്കെ നോക്കാം ബുദ്ധി ധ്യാൻ നിരാലി ऊंचाई चांद सीढ़ी मिंटू सुंदर बंदर और क्वेश्चन मिस ज्योतिका നിങ്ങൾ പറഞ്ഞോ മിന്റു ജി കൈസി ബാतें करते थे മിന്റു ജി എങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അജബ് ഗജബ് ല്ലേ അജബ് ഗജബ് വിചിത്രമായ ല്ലേ പറയാൻ പറ്റാത്തത് റിലു എല്ലാവരും കണ്ടു റിലു മിന്റു ജി की लाइट कब गई थी എപ്പോഴാണ് മിന്റു ജിയുടെ വീട്ടിലെ ലൈറ്റ് പോകുന്നത് चंद्रमास को आने से ले चंद्रमास വീട്ടിലേക്ക് വന്നിട്ടല്ലേ അമ്പിളി മാമനെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം മിന്റു ജി ने कितनी ऊंची सीटी लगाई മിന്റു ജി എത്ര ഉയരത്തിലാണ് सीटी സ്റ്റെപ്പുകൾ നിർമ്മിച്ചത് आसमान की ऊंचाई ആകാശം വരെ ओके नेक्स्ट फर्स्ट क्वेश्चन അതേ ക്വസ്റ്റ്യന്റെ അടുത്ത് തന്നെ ആൻസർ എഴുതിട്ട് മിസ് അയച്ചു തരും അത് നോക്കി എഴുതിയെടുക്കണേ ലൈറ്റ് जाने पर मिंटू जी को रात कैसी लगने लगी थी ലൈറ്റ് പോയതിനു ശേഷം മിന്റു ജിക്ക് രാത്രി എങ്ങനെ തോന്നി രാത് ലംബി ലഗ്നെ ലഗി थी ഓ കുറേ സമയം രാത്രി ഉണ്ടോ എന്നൊരു സംശയം അല്ലേ യെസ് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ അയച്ചുതരുമ്പോ നമുക്ക് ഫുൾ പേജ് ഫുൾ ആയിട്ട് ഫോട്ടോ അയച്ചാൽ ഇത് അടയാളപ്പെടുത്തിയത് മാത്രം അയച്ചുതരുമ്പോ ലാസ്റ്റ് എവിടെയാണ് മനസ്സിലാവും ഏതാണ് മനസ്സിലായില്ല അങ്ങനെ മിസ് ക്വസ്റ്റ്യൻ ആൻസർ അയച്ചുതരുമ്പോ ഒരു പേജ് അടയാളപ്പെടുത്തിയത് ഫസ്റ്റ് മാത്രമല്ലാണ്ട് ഒരു പേജ് ഫുൾ ആയിട്ട് അയച്ചിരുന്നേ മിസ് അടയാളപ്പെടുത്തിയത് ഫസ്റ്റ് മാത്രം അയക്കുന്നു ലാസ്റ്റ് ഇടാൻ പേജ് നമ്പർ ഓക്കെ പേജ് നമ്പർ 56 ൽ ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറഞ്ഞത് सेकंड क्वेश्चन मिंटू जी ने आसमान तक ऊंची सीढ़ी क्यों लगाई मिंटू जी ആകാശത്തിലേക്ക് ഉയരമുള്ള സ്റ്റെപ്പുകൾ എങ്ങനെയാണ് നിർമ്മിച്ചത് യെസ് പറഞ്ഞോളൂ എനിക്ക് കുറച്ച് മുമ്പാണ് നെറ്റ് പ്രോബ്ലം കാരണം ക്ലാസ് കിട്ടിയത് അതുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ബർഗദ് ദാദാക്ക ജന്മദിനുള്ള ക്വസ്റ്റ്യൻ ആൻസറിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഏതാണ് പറഞ്ഞോളൂ ചോദിച്ചോളൂ ഫിഫ്ത്ത് ക്വസ്റ്റ്യന്റെ ആൻസറിൽ മിസ് എഴുതി തന്നെ എനിക്ക് മനസ്സിലായില്ല നയേ പേട് പൗധേ लगाकर ये पेड़ पौधे लगाकर अपनी पृथ्वी को बचाऊं അത് നിങ്ങളാണ് അതിന്റെ ആൻസർ എഴുതേണ്ടത് മിസ് അത് നിങ്ങൾക്ക് തെറ്റുന്നോണ്ടാണ് മിസ് എഴുതി അയച്ചത്
എന്താ ക്വസ്റ്റ്യൻ? അന്തരീക്ഷം മലിനമാകാതിരിക്കാൻ വേണ്ടി, അന്തരീക്ഷത്തെ രക്ഷിക്കാൻ വേണ്ടി, നിങ്ങളെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് എഴുതേണ്ടത്. അപ്പൊ എന്താ എഴുതിയത്? നയേ പേട് പൗധേ ലഗാക്കർ അപ്നി പൃഥ്വിക്കോ ബചാവും. പുതിയ പുതിയ വൃക്ഷത്തൈകളെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കും, രക്ഷപ്പെടുത്തും. അപ്നി പൃഥ്വിക്കോ ബചാവും. അതുപോലെ തന്നെ ഒന്നുകൂടി 2 ആൻസർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, 2 വരി. പേട് കാട്ടിനേക്കോ മേ രോക്കുതും, അതായത് മരം മുറിക്കുന്നതിനെതിരെ ഞാൻ എതിർത്ത് പറയും. അതായത് മരം മുറിക്കുന്നവരെ എന്ത് പറയും? മരം മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നേ. വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നത് എതിർത്ത് പറയും. മനസ്സിലായോ അലൻ? യെസ്. ഓക്കെ. ഇനിയിപ്പോ പറഞ്ഞ പേജ് നമ്പർ 56 സെക്കൻഡ് ക്വസ്റ്റ്യൻ. മിണ്ടുജി ആകാശത്തിലേക്ക് എങ്ങനെയാണ് ഉയരമുള്ള സ്റ്റെപ്പുകൾ നിർമ്മിക്കുന്നത്? നാപ്പ് തൗൽക്കർ. ആദ്യം അളന്നു നോക്കി, ആകാശം വരെ അളന്നു നോക്കിയിട്ടാണ് എന്ത് സ്റ്റെപ്പ് പണിത്. സംഭവിക്കാൻ പറ്റുന്ന കാര്യമാണോ അത്? സംഭവിക്കുന്ന കാര്യമാണോ അത്? ആകാശം വരെ അളന്നു നോക്കി സ്റ്റെപ്പ് എല്ലാം പണിയുവാ? ഇല്ല അല്ലെ? മിണ്ടുജി കിസേ ഗർത്തക്കലയായേ. ആരെയാണ് മിണ്ടുജി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന അവസാനം? ചാന്തുക്കോ അല്ലെ? ഞാൻ അമ്പിളി ബാബരെ കൂട്ടിക്കൊണ്ടുവരുന്ന സ്വപ്നം പറയുന്നുണ്ടായിരുന്നു അല്ലെ? ചാന്തുക്കോ ഘർ ലാനെ പർ ഘർ മേ ക്യാ ഹുവാ. ആ അമ്പിളിമാമൻ അല്ലെങ്കിൽ ചന്ദ്രൻ തന്റെ വീട്ടിൽ എത്തിക്കഴിയുമ്പോ വീട്ടിലുണ്ടാവുന്ന മാറ്റം എന്താണ്? രാത് മേ ഖൂബ് ഉജാല ഹുവാ. എന്താ കുട്ടി പറഞ്ഞത്? രാത് മേ ഉജാല ഹുവാ. രാത്രി മുഴുവനും എന്റെ വീട്ടില് നിറയെ ലൈറ്റ് ഉണ്ടാവും അല്ലെ? എല്ലാരും വീട്ടിൽ ഇരുട്ടാണെങ്കിൽ എന്റെ വീട്ടിൽ എന്തുണ്ടാവും? അമ്പിളിമാമനെ കൊണ്ടുവന്നിട്ട് എന്റെ വീടിനുള്ളിൽ നിർത്തിയാൽ എന്താണ്? അതെന്തുകൊണ്ടാണ്? ബാക്കി എല്ലാവർക്കും ക്ലിയർ ഉണ്ടല്ലോ. അപ്പൊ അമ്പിളിമാമനെ കൊണ്ട് നിർത്തിയാല് എന്തുണ്ടാവും? എന്റെ വീട് നിറയെ പ്രകാശം ഉണ്ടാവും അല്ലേ? ക്യാ മിണ്ടുജി സച്ചുമുച്ച് ചാന്തുക്കോ സുബഹ് ചോടായേ? തർക്ക സഹിത ഉത്തർ ലിഖോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിണ്ടുജിനെ അമ്പിളിമാമനെ കൊണ്ടുവരുന്നേ? തോന്നുന്നുണ്ടോ? നോ, നെഹി അല്ലേ? അവിടെ എന്താ? നോ എന്നുള്ളത് നമ്മളെ ഹിന്ദിയിൽ എന്താ പറയാ? നെഹീം. നെക്സ്റ്റ്, കവിത की पंक्तियां पूरी करो. complete the lines of the poem. എന്ത് ചെയ്യണം? പോയം നോക്കിയിട്ട് അവിടെ വിട്ട ഭാഗം ഫില്ല് ചെയ്യാം. കംപ്ലീറ്റ് ദ ലൈൻസ് ഓഫ് ദ പോയം. ആ പോയം നോക്കിയിട്ട് വിട്ട ഭാഗം പൂരിപ്പിക്കൂലേ? എല്ലാരും പേജ് മുന്നോട്ട് മറിച്ച് നോക്കുക. ആ പോയം നോക്കി തെറ്റാതെ ആ വരികൾ അവിടെ എഴുതി വെക്കുക. ഓക്കെ, എല്ലാരും എഴുതി വെക്കണേ. നെക്സ്റ്റ്, ഉചിത മിലാൻ കരോ. മാച്ച് ദി ഫോളോവിങ്. മാച്ച് ചെയ്യണം. മാച്ച് ചെയ്താലോ നമുക്ക്? ഫസ്റ്റ് അവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്. അജബ് ഗജബ് ബാത്തേ കർനേ മേ മിണ്ടു ജീത്തെ സബ്സെ ആകെ. അപ്പൊ അതുപോലെ മിണ്ടു ബോലെ സുനോ ധ്യാൻ സേ. ഏതാ മാച്ച് ചെയ്യേണ്ടത്? കൽക്കി ബാത് അവിടത്തേക്ക് മാച്ച് ചെയ്തോളൂ. കൽക്കി ബാത്. സെക്കൻഡ് മിന്റു ബോലെ സുനോ ധ്യാനസേ എന്നുള്ളത് 4th ലൈനിലേക്ക് മാച്ച് ചെയ്യാം. കൽക്കി ബാത് നിരാലി ഹേ. ബെനീറ്റ മാച്ച് ചെയ്തോ? ओके. थर्ड, जब हमने देखा दोनों की. जब हमने देखा दोनों की. गुड. नाप तो बिल्कुल पूरी है. सेकंड वन, नाप तो बिल्कुल पूरी है. नाप तो बिल्कुल पूरी है. सेकंड लाइन लेके मैच है.
മിസ് ഒന്നുകൂടി ഗ്രൂപ്പിൽ അയച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നോക്കി നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ നോക്കണേ. നിങ്ങൾ മാച്ച് ചെയ്ത് കറക്റ്റ് ആണോ നോക്കണം. फोर्थ काश दिखा पाते तुम सबको। मामा कितने सुंदर है। Yes, correct. मामा कितने सुंदर है। फर्स्ट लेग मामा कितना सुंदर है। റിലു ആബിദിന് എഴുതുന്ന ചോക്ലേറ്റ് കിട്ടിയ റിലു? ആഹാ നോക്ക്. നെക്സ്റ്റ് അംഗ്രേസി മേ അർത്ഥ ലിഖോ. ഇംഗ്ലീഷില് മീനിങ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ധ്യാൻ സേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കെയർഫുള്ളി. നാപ്പ് നാപ്പ് നമ്മളിപ്പോ മീനിങ്ങിൽ വായിച്ചില്ലേ? മെഷർ അല്ലേ? നാപ്പ് എന്നുള്ളത് എന്റെ ടെക്സ്റ്റിൽ കാണുന്നില്ല. എന്റെ ടെക്സ്റ്റ് ബുക്കിലില്ല, മാത്രമേ കാണുന്നുള്ളൂ. വേർഡ് മീനിങ്ങിൽ അഞ്ചാമത്തെ വേർഡ് നാപ്പ്. അല്ല മിസ്, ഈ പാത്രമുള്ളതില് ഫസ്റ്റ് ആക്കി രണ്ടാമത്തേത് ഞങ്ങളുടെ ഇല്ല. റൈറ്റ് ദ മീനിങ്സ് ഇൻ ഇംഗ്ലീഷിനകത്ത് രണ്ടാമത്തെ എന്റെ ഇല്ല. അന്ന് അവിടെ നാപ്പ് നാപ്പ് മെഷർ. മിസ് എന്റെ ടെസ്റ്റിലൊക്കെ ഉണ്ട്. ഓക്കെ, അത് മാഞ്ഞു പോയതായിരിക്കും അച്ചടിക്കുമ്പോൾ. നെക്സ്റ്റ് ഊഞ്ചായി. ഊഞ്ചായി എന്നല്ലേ ഹൈറ്റ് അല്ലേ? HEIGHT. ഊഞ്ചായി ഉയരത്തില്, ഹൈറ്റ് ഉയരം. HEIGHT. നാപ്പ് മെഷർ MEASURE. നിങ്ങൾ വേറെ എവിടെ ശ്രദ്ധിക്കല്ലേ? മിസ് പറഞ്ഞ തന്നെ ശ്രദ്ധിക്കേ. ആ ഉജാല എന്ന് പറഞ്ഞ ലൈറ്റ് അല്ലേ? അതെ. ध्यान से केयरफुली नाप मेजर ऊंचाई हाइट. नेक्स्ट उजाला. उजाला लाइट LIGHT. LIGHT light. എല്ലാരും ഇന്ന് തന്നെ എനിക്ക് എഴുതി 4 മണിക്ക് ക്ലാസ്സിന് മുന്നേ ഇതുവരെയുള്ളത് എഴുതി എനിക്ക് അയച്ചു തരണം. ഇപ്പൊ പറഞ്ഞ് ക്ലാസ് അവസാനിക്കുന്നവരെ എത്ര എഴുതുന്നുണ്ടോ അത്രയും ഇന്ന് തന്നെ അയക്കണം കേട്ടോ. അയക്കാത്തവരുടെ പേര് ഞാൻ ഗ്രൂപ്പിലിടും. ഇമ്പോസിഷനും വരും. ജന്മദിൻ തൊട്ട് അയക്കണോ മിസ്സേ? പീപ്പിൾ ദാദാക്ക ജന്മദിന് മുമ്പേ അയക്കാത്തവര് അതും കൂടി അയക്കണം. അയച്ചിട്ടുള്ളവർ അയക്കണ്ട. അയച്ചവര് അയക്കണ്ട, അയക്കാത്തവർ അയക്കുക. ഇന്നിപ്പോ ക്ലാസ് നിർത്തുന്നത് വരെ എത്ര പറയുന്നുണ്ടോ അതൊക്കെ വർക്കുകള് നെക്സ്റ്റ് 4 മണിക്കുള്ള ക്ലാസ്സിന് അയച്ചു തരിക. മിസ്സേ എഴുതി അയക്കാത്ത മിസ് പറഞ്ഞാൽ മതി. എഴുതി അയക്കാത്തവരുടെ പേര് മിസ് ഗ്രൂപ്പിൽ അയക്കും. അവരെന്ത് ചെയ്യണം? ഈ പാഠഭാഗം ഒരു 10 പ്രാവശ്യം ഇമ്പോസിഷൻ, ആ പോയം മുഴുവനും 10 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിട്ട് മിസ്സിന് അയച്ചു തരണം നാളെ. ഇന്ന് വർക്കുകൾ എഴുതി അയക്കാത്തവര്. ഓക്കെ, നെക്സ്റ്റ് ചാന്ത്. ചാന്ത് മൂൺ. മൂൺ. നിത വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്തേ. പെർമിഷൻ ഇല്ലാതെ ഒരാളും വീഡിയോ ഓഫ് ചെയ്തിരിക്കണ്ട ക്ലാസ്സിൽ. ജൂലിറ്റ് ക്യാമറയുടെ കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. നിത വീഡിയോ ഓൺ ചെയ്തിരിക്കേ. ചാന്ത് മൂൺ. ദൂരി ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ദൂരം അല്ലെ? നമ്മൾ ഡിസ്റ്റൻസ് പാലിക്കണം അല്ലേ ക്ലാസ്സിൽ നിന്ന്? നമ്മളെ ഫ്രണ്ട്സിനെ കാണാൻ വേഗം പോയി ഓടിപ്പിടി, കൈയൊന്നും പിടിക്കാൻ പാടില്ല അല്ലെ? ഇതെല്ലാം ശ്രദ്ധിക്കണേ സ്കൂൾ തുറന്നാല്. സാമൂഹിക
അകലം പാലിച്ചുകൊണ്ട് മാത്രമാണ് ക്ലാസ്സിൽ ഇരിക്കേണ്ടതല്ലേ? ആ കൊറേ നാള് ഓടി പിടിച്ചേക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കേട്ടോ. ഡിസ്റ്റൻസ്, ദൂരി, ഡിസ്റ്റൻസ്. Next, page number 57. Page number 57. Clear ആവുന്നില്ല. Fourth one. ഏതാണ്? ഉജാല ലൈറ്റ് ആണോ? ഏതാ ചോദിക്കുന്നത്? ഏതാണെന്നൊന്നും പറയില്ല. ജോയിൽ ഏതാ വേണ്ട പറ. ഇപ്പം പറഞ്ഞതിന്റെ ആറാമത്തെ. 6th one ആണ്. ദൂരി, ഡിസ്റ്റൻസ്. DISTANCE. DISTANCE. Next, page number 57. എന്താണ് നിത? എത്രാമത്തെ? 4th one. ഉജാല ലൈറ്റ്, LIGH. നിങ്ങൾ ഈ പറയുന്നതിനിടയ്ക്ക് നിങ്ങൾ എന്തിനാ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്? പറയുമ്പോ ആ ഓർഡർ അനുസരിച്ച് എഴുതിയെടുക്കേ. LIGHT. അതിനിടയിൽ വീട്ടിലൊക്കെ ആരൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ തിരിഞ്ഞു നോക്കണം എഴുതുന്നതിനിടയിൽ. പേജ് നമ്പർ 57 നെക്സ്റ്റ് സെക്കൻഡ് ഏതാണ്? एक जैसी आवाज या तुक वाले शब्दों को तुगांत शब्द कहते हैं. നമ്മൾ തുകാന്ത ശബ്ദം എന്താ നമ്മൾ പഠിക്കണം. എന്താണ് തുകാന്ത ശബ്ദം? ഒരേ ഉച്ചാരണ രീതിയിൽ, ഒരേ അക്ഷരത്തിൽ, ഒരേ മാത്രയിൽ അവസാനിക്കുന്ന വാക്കുകളാണ് തുകാന്ത ശബ്ദം. ഒരുപോലെ ഉച്ചരിച്ച് അവസാനിക്കുന്ന, ഒരേ അക്ഷരത്തിൽ അവസാനിക്കുന്ന രണ്ട് വാക്കുകൾ, അവയാണ് എന്ത്? തുകാന്ത ശബ്ദങ്ങൾ. ഇപ്പൊ എക്സാമ്പിൾ, ആയി, ഘായി, രണ്ട് വാക്കുകളല്ലേ? പക്ഷെ രണ്ടിന്റെ അവസാനം ഏത് മാത്രയിലാണ് അവസാനിക്കുന്നത്? ഈ, ആയി, ഘായി. അപ്പൊ അതെന്താണ്? തുകാന്ത ശബ്ദമാണ്. താരേ, സാരേ, താരേ, സാരേ. അപ്പൊ ഇതിൽ അവസാനിക്കുന്ന അക്ഷരം രണ്ടിലും ഒരേപോലെ ഏതിൽ അവസാനിക്കുന്നത്? രേല്. അപ്പൊ അതെന്താണ്? തുകാന്ത ശബ്ദം. എഡ്വിൻ ആരാ എന്നോട് തല്ലിയേ? ആൻമരിയാ? അടക്കെ അവളിങ്ങോട്ട് വരട്ടെ, നല്ല അടിയാൻ കൊടുക്കാട്ടോ. പഠിക്കുന്നതിനിടയിൽ വന്ന് തല്ലുന്നു അല്ലേ? അപ്പൊ തുകാന്ത ശബ്ദം എന്ന് പറഞ്ഞാല് രണ്ട് വാക്കുകളിലെ അവസാനിക്കുന്ന, ഒരേ അക്ഷരം പോലെ അവസാനിക്കുന്ന രണ്ട് വാക്കുകളാണ് തുകാന്ത ശബ്ദം. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് കണ്ടുപിടിച്ച് എഴുതണം. ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആകെ, ഭാഗേ, നിരാലി. അപ്പൊ ലീല അവസാനിക്കുന്ന വേറൊരു വാക്ക് പറയാമോ? നിങ്ങൾ മുന്നേ പഠിച്ച ഏതെങ്കിലും, ഇത്രയും വർഷങ്ങൾക്കിടയിൽ പഠിച്ച ഏതെങ്കിലും വാക്ക്? നിരാലി. ക്ലിയർ ആയിട്ടില്ല. റാലി എന്നാണോ? ഹരിയാലി. ഹരിയാലി, നിരാലി, ഹരിയാലി. ഹരിയാലി പച്ചപ്പ്, അതിൽ ലീ ആണ് അവസാനിക്കുന്നത്. അപ്പൊ നിരാലി എന്നതിന് വേറെ തുകാന്ത ശബ്ദമാണ് എന്ത്? ഹരിയാലി. ബാത്ത്, തീയിൽ അവസാനിക്കുന്ന വേറൊരു വേർഡ്?
രാത്ത് രാത്ത് ബാത്ത് രാത്ത്. മിസ് ഇത് വാട്സാപ്പിൽ ഇടുവോ? ആ പൂരി ബാജി പൂരി മേരി മേരി അല്ലെങ്കിൽ ദൂരി. നിങ്ങൾക്ക് ഇഷ്ടമില്ല രീതിയിൽ അവസാനിക്കണമെന്നേ ഉള്ളൂ. മേരി എന്ന് എഴുതാ, ദൂരി എന്ന് എഴുതുക, ഇഷ്ടമുള്ള എഴുതാ. സുന്ദർ അസുന്ദർ സുന്ദർ അസുന്ദർ സുന്ദർ അസുന്ദർ സുന്ദർ ബന്ദർ അല്ലേ? സുന്ദർ സുന്ദർ ബന്ദർ ബന്ദർ. സുന്ദർ അസുന്ദർ സുന്ദർ എന്ന് എഴുതാ അല്ലെങ്കിൽ ബന്ദർ. ബന്ദർ സുന്ദർ ബന്ദർ. ബനായി ഈൽ അവസാനിക്കുന്ന വേറൊന്ന് ബനായി പോലെ. ആയി ദായി ആ അല്ലെങ്കിൽ സുനായി അല്ലെങ്കിൽ മിഠായി. ഇഷ്ടമില്ല എഴുതിക്കോ. സുനായി മിഠായി ഭായി. ഈൽ തന്നെ അവസാനിക്കണം മാത്രം. തുകാന്ത ശബ്ദം എന്താന്ന് മനസ്സിലായോ? ഒരേ അക്ഷരത്തിലെ ഒരേ മാത്രയിലെ അവസാനിക്കുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ ഹിന്ദിയിൽ എന്ത് പറഞ്ഞത്? തുകാന്ത ശബ്ദം. മുഹമ്മദ് ഷസിനി മനസ്സിലായിട്ടില്ലാന്ന് തോന്നല്ലോ മുഖം കാണുമ്പോഴ്. എന്തൊരു മുഖം ഒരു തെളിച്ചില്ലാത്ത ഞാൻ വെച്ച് മനസ്സിലാവാത്തോണ്ടാണ്. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണേ മക്കളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. എനിക്ക് നിരാലിയും ബനായിയും പറഞ്ഞു തരുമോ? നിരാലി ഹരിയാലി. ബനായി സുനായി. മിസ്സേ പൂരിനെ കുറിച്ചൊന്ന് പറഞ്ഞു അതിന്റെ ഇത് പറഞ്ഞുതരോ? ഏതാണ്? പൂരി പൂരി ദൂരി. ദൂരി അല്ലെ മേരി. ഏത് വേണമെങ്കിൽ എഴുതാം മോളെ. മിസ് ഇത് ഗ്രൂപ്പിലിടുവോ? ഗ്രൂപ്പിലിടാം. ഓ ഇത് ഗ്രൂപ്പിലുണ്ടാവോ? മിസ് ഇത് അജബ് ഗജബ് എഴുതാൻ പറ്റുമോ മിസ്സേ? മിസ്സേ 4th 1 പൂരി അതിൽ തൂരി എന്ന് എഴുതാൻ പറ്റുമോ? ആ ദൂരി അല്ലെങ്കിൽ മേരി. രീതിയിൽ അവസാനിക്കുന്ന ഏതും എഴുതാം. അലൻ പി സാംസൺ ഉണ്ടോ ക്ലാസ്സിൽ? ഇല്ലല്ലോ. നോ. എറിക് ഉണ്ടോ ക്ലാസ്സിൽ? എറിക് എവിടെടാ? ആ ഇന്ന് ബർത്ത്ഡേ അല്ലേ എറിക്കിന്റെ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ബർത്ത്ഡേ പാർട്ടി ഒന്നുമില്ലേ? എന്താ സ്പെഷ്യല്? ടുഡേ സ്പെഷ്യൽ എന്താ? എറിക് ക്ലിയർ ആയില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? അവൻ പറയുന്നത് ടുഡേ ഈസ് മൈ ബർത്ത്ഡേ എന്നാ. അവൻ പറയുന്നത് ടുഡേ ഈസ് മൈ ബർത്ത്ഡേ എന്നാ. അതെ, അതിനല്ലേ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ടുഡേ സ്പെഷ്യൽ എന്താണെന്നാണ്. ബർത്ത്ഡേ സ്പെഷ്യൽ എന്താ ഇന്ന്?
Not that much. മിസ്സിന് ക്ലിയർ ആവുന്നില്ല നീ പറഞ്ഞത്. Not. നിങ്ങൾക്ക് ക്ലിയർ ആയോ? No, miss. നോ. No, miss. മൈക്കിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടാവും. ഫാത്തിമത്ത് സന ഉണ്ടോ ക്ലാസ്സിൽ? ഫാത്തിമത്ത് സന? നോ. ഷഹ്മ കെ ഇല്ലല്ലോ, ഷഹ്മ വി അല്ലേ പ്രസന്റ് കണ്ടത്? ഷഹ്മ വി നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ ഷഹ്മ? നോ, എനിക്ക് ക്ലാസ് കിട്ടിയിട്ടാ. ലീവ് പറഞ്ഞിരുന്നോ? ഏത് ക്ലാസ്സിൽ? മദ്രസയിൽ പോന്നു. മദ്രസിൽ പോയോണ്ടാവേ. ഓക്കെ. नेक्स्ट है रेखांकित शब्दों के स्थान पर उचित समानार्थी शब्द लिखकर वाक्य पुनः लिखो. अंडरलाइन ചെയ്തതിനു പകരം വേറൊരു ശബ്ദം ചേർത്തുകൊണ്ട് അതേ മീനിങ് ഉള്ള വേറൊരു ഹിന്ദി വേർഡ് ചേർത്തുകൊണ്ട് നിങ്ങൾ സെന്റൻസ് മാറ്റി എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. ബുദ്ധി ജാനെ കിധർ കോ ഭാഗെ അതെന്തായി മാറി? അകൽ ജാനെ കഹാं को भागे. एक दिन मित्रों से वह बोले. एक दिन मित्रों से मित्रों लेने വേറെ വേർഡ് എന്താ? വേറെ വേർഡ് ഫ്രണ്ട് ലെന്നെ വേറെ ഹിന്ദി വേർഡ് സഖാ. एक दिन सखा से वह बोले. आसमान की नापी ऊंचाई. आसमान लेने വേറെ വേർഡ് പറയാമോ? ആകാശ് അല്ലേ? ആസ്മാൻ ആകാശ്. അപ്പൊ ആസ്മാൻ പകരം നമ്മളെ നെക്സ്റ്റ് സെന്റൻസ് എഴുതുമ്പോ ആകാശ് എന്ന് എഴുതി ബാക്കി അതേപോലെ. ആകാശ് की नापी ऊंचाई. चांद को घर ही ले आए. चांद എന്നുള്ളതിന് തുല്യമായി വേറെ വേർഡ് ഹിന്ദി വേർഡ് ചന്ദ. ചന്ദ को घर ही ले आए നോ കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്താ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്? ചാന്ദ് മൂണുമായി ബന്ധപ്പെട്ട ഒരു ഹിന്ദി കവിത നെറ്റിൽ കണ്ടുപിടിച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. പിന്നെ അതുപോലെ घर में बत्ती चले जाने पर उजाला करने के लिए आप क्या करते हैं? कक्षा में अपने साथियों को बताओ. നിങ്ങളുടെ വീട്ടില് ലൈറ്റ് ഇല്ല എന്ന് കരുതുക, കറണ്ട് കട്ടാന്ന് വിചാരിക്കും, പവർ കട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വിവരിച്ച് പറയണം. നിങ്ങൾ എന്താ ചെയ്യാ? ഞാൻ പറയട്ടെ? ആ പറഞ്ഞോ എഡ്വിൻ. എമർജൻസി എടുക്കും. മെഴുകുതിരി കത്തിക്കും. ഇൻവെർട്ടർ ബൾബ് അല്ലേ? മെഴുകുതിരി കത്തിക്കും. അല്ലെങ്കിൽ ഇൻവെർട്ടർ ബൾബ്. എമർജൻസി ബൾബ് കത്തിക്കും. ടോർച്ച് ലൈറ്റ് ടോർച്ച് കത്തിക്കും. എമർജൻസി കത്തിക്കും അല്ലേ? നമുക്കെല്ലാം അറിയാല്ലേ എമർജൻസി എത്തിച്ചു വെക്കും നമ്മൾ കറണ്ട് പോയാലല്ലേ. ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ്. ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ്. അതെ അതെ, മൊബൈലിന്റെ ഒക്കെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ടോർച്ചിന്റെ ഇട്ട് വേഗം അതിൽ, കാരണം അവന്റെ കയ്യിൽ എപ്പോഴും ഫോണാണ്. അതുകൊണ്ട് പവർ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഫ്ലാഷ് ലൈറ്റ് കത്തിച്ചു മൊബൈലിന്റെ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാം? പണ്ട് കാലത്തൊക്കെ മണ്ണെണ്ണ വിളക്കുണ്ട്. മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാകുന്നൊരു വിളക്കുണ്ട്. റാന്തലാണോ? റാന്തലിന്റെ റാന്തൽ എന്ന് പറയാൻ വേറെ അങ്ങനെയുള്ള പലതരത്തിലും പല മോഡലുണ്ട് മണ്ണെണ്ണ വിളക്കുകൾ. അതാണ് പണ്ടൊക്കെ കത്തിച്ചു വെക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണേ. നിങ്ങൾക്ക് അമ്പിളി മാമന്റെ അടുത്തേക്ക് പോവാൻ എന്താണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു എന്നോട്.
യാത്ര സൗകര്യം. എല്ലാരും യാത്ര ചെയ്യാത്തേ? ആകാശത്തിൽ കൂടെ പോവാൻ പറ്റില്ല. സ്കൂൾ ബസ്സില്ല അല്ലേ? ആകാശത്തിൽ കൂടെ നടക്കാനൊന്നും പറ്റില്ല. ആകാശത്തിൽ കൂടെ പറക്കാൻ പറ്റില്ല. പിന്നെ വളരെയധികം ഉയർത്തില്ലേ? അത്രയും പറ്റുന്ന അത്രയും ദൂരെയാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? അമ്പിളിമാമൻ. അതുകൊണ്ട് ഞാൻ പോകുമ്പോ നിങ്ങളെയും കൂടി കൂട്ടാവേ. ജോഹാനെ കൂട്ടാൻ പറ്റില്ല. ജോഹാന വലിയ സൗണ്ട് എടുക്കും. അങ്ങ് ആകാശത്ത് അമ്പിളിമാമൻ എടുക്ക എത്തുമ്പോ എനിക്ക് എന്റെ അമ്മയെ കാണണം മമ്മിയെ കാണണം എന്ത് ചെയ്യും? ജോഹാന ഒറ്റ കരച്ചിലായിരിക്കും അവിടെ എത്തുമ്പോ അല്ലേ? അപ്പൊ എല്ലാവർക്കും വിശന്ന് കാണുന്നോന്നല്ലോ, എല്ലാരും മുഖം കാണുമ്പോ തോന്നുന്നുണ്ട് ആ ജോയലിലെ 1 മാസമായി ഭക്ഷണം കഴിക്കാതെ ക്ഷീണിച്ച് അവശനായിട്ടിരിക്കുന്നു. ഒന്നും കഴിക്കില്ലടാ ഭക്ഷണം ഒന്നുമില്ല. നോക്കിയേ ദിവസം കഴിയുന്നോറും മെലിഞ്ഞു പോവാണല്ലോ ഇന്നേ. ഉഷാറാവണം കേട്ടാ. ബോയ് അല്ലേ ഞാൻ കുറച്ച് ഉഷാറോടെ നടക്കുക. എന്താ മുഹമ്മദ് ഷെസിൻ നോക്കിയേ മസിലെല്ലാം പെരുപ്പിച്ച് കാണിച്ചിരുന്നു അല്ലേ? ആൻജോ ജോസഫ് ഈ പറഞ്ഞ പോലെ അല്ലേ ഭക്ഷണമൊക്കെ നല്ല ഉഷാറായിട്ട് കഴിക്കട്ടോ. അപ്പൊ എല്ലാരും വിശന്ന് ഇരുന്ന് ഇങ്ങനല്ലേ വലഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഭക്ഷണം കഴിച്ച് ഉടനെ മിസ് അപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് തീരുമ്പോഴേക്കും മിസ് എന്ത് ചെയ്യും? ഗ്രൂപ്പിൽ അയച്ചുതരും എഴുതേണ്ടത്. ഇത് നിങ്ങൾ ഇരുന്ന് എഴുതിക്കോട്ടോ ഭക്ഷണം കഴിച്ചിട്ട്. ഓക്കെ മിസ്സേ